ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എന്ന രാഷ്ട്രീയ പാർട്ടിയിൽ പ്രവർത്തിക്കുമ്പോൾ ആ പാർട്ടിയിലെ തെറ്റിനെ നിരവധി തവണ ചൂണ്ടിക്കാണിക്കുകയും ജനാധിപത്യപരമായി അതിനെ തിരുത്താനുള്ള വലിയ ശ്രമം നടത്തുകയും ചെയ്തിട്ടുണ്ട്. പരാജയപ്പെട്ട് ഇനി ഈ പാർട്ടിയിൽ പ്രവർത്തിച്ചു പോകുന്നത് കൊണ്ട് കാര്യമില്ല എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ടാണ് ഒരുപാട് കാലം പ്രവർത്തിച്ച കോൺഗ്രസ് പാർട്ടി വിട്ട് CPIM-നെ തെരഞ്ഞെടുക്കാൻ തയ്യാറായിട്ടുള്ളത്. നിസൂർ യൂത്ത് കോൺഗ്രസിന്റെ കേരളമാകെ അറിയപ്പെടുന്ന ഒരു പ്രവർത്തകൻ, യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന വൈസ് പ്രസിഡന്റും ദേശീയ ഭാരവാഹി സ്ഥാനത്തൊക്കെ തന്നെ പ്രവർത്തിച്ച വ്യക്തി എന്നുള്ളതിൽ വളരെ നേരത്തെ തന്നെ നമുക്കൊക്കെ പരിചയമുള്ളതാണ്. കേരളം പൊതുവെ അറിയപ്പെടുന്ന ഒരു രാഷ്ട്രീയ പ്രവർത്തകൻ. എന്തുകൊണ്ട് CPIM തെരഞ്ഞെടുത്തു എന്നുള്ളത് നേരത്തെ തന്നെ നസൂർ വ്യക്തമാക്കിയിട്ടുണ്ട്. ഇന്നത്തെ പൊതുയോഗത്തിലും ചില കാര്യങ്ങൾ ചൂണ്ടിക്കാട്ടുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. ഇതുപോലെ നിരവധി പേരാണ് കോൺഗ്രസ് പാർട്ടിയിൽ വിശ്വാസമർപ്പിച്ച് പ്രവർത്തിച്ച് ആ പാർട്ടി പിന്തുടരുന്ന തെറ്റായ നിലപാടിൽ പ്രതിഷേധിച്ച് പാർട്ടിയെ കൈയൊഴിഞ്ഞ് പുറത്തേക്ക് വരുന്നു. പ്രധാനമായും നമ്മളൊക്കെ നാട് മതനിരപേക്ഷമായി നിലകൊള്ളണമെന്ന് ആഗ്രഹിക്കുന്നു. ഏത് മതത്തിൽ വിശ്വസിക്കുന്നവരായിക്കൊള്ളട്ടെ, മതരഹിതരായി നിലകൊള്ളുന്നവരായിക്കൊള്ളട്ടെ, നമ്മുടെ രാജ്യത്ത് സ്വസ്ഥവും സുഖകരവുമായ വിശ്വാസത്തെ പിൻപറ്റി ജീവിക്കുവാനുള്ള അവകാശം പൊതുവെയുണ്ട്. മതനിരപേക്ഷത അഥവാ സെക്യുലറിസം നിലകൊള്ളണമെന്ന് ആഗ്രഹിക്കുന്നവരാണ് കേരളത്തിലെ മഹാഭൂരിപക്ഷം വരുന്ന ജനങ്ങൾ. 2014 മുതൽ നമ്മുടെ രാജ്യത്ത് BJP ഗവൺമെന്റ് ശ്രീ നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിൽ അധികാരത്തിൽ വന്നതിന് ശേഷം ഈ 12 കൊല്ലം സ്വാതന്ത്ര്യാനന്തര ഇന്ത്യ ഇന്ന് വരെ കാണാത്ത ചില അപകടകരമായ പ്രവണതകളിലൂടെ കടന്നുപോയി. നമ്മുടെ രാജ്യത്തിന്റെ ഭരണഘടന ഒരു സ്വിച്ചിട്ടാൽ ബൾബ് കത്തുന്നത് പോലെ പെട്ടെന്ന് സൃഷ്ടിക്കപ്പെട്ടതല്ല. നിരവധി ചർച്ചകളിലൂടെ ജനാധിപത്യപരമായി തെരഞ്ഞെടുക്കപ്പെട്ട ഭരണഘടന. ആ ഭരണഘടനയിലെ ജനാധിപത്യവും സെക്യുലറിസവും സ്വാതന്ത്ര്യാനന്തര ഇന്ത്യ ഇന്ന് വരെ കാണാത്ത നിലയിൽ അപകടകരമായ ആക്രമണങ്ങൾ നേരിട്ടുകൊണ്ടിരിക്കുന്നു. നമ്മുടെ രാജ്യത്തിന്റെ ഭരണഘടന നേരിടുന്ന ആക്രമണം രാജ്യവിരുദ്ധ ശക്തികൾ, രാജ്യത്തിന്റെ പുറത്തുള്ളവർ നടത്തുന്നതല്ല. രാജ്യം ഭരിക്കുന്നവർ തന്നെ നമ്മുടെ രാജ്യത്തിന്റെ ഭരണഘടനയെ ആക്രമിക്കുന്നു എന്നുള്ളതാണ് ഒരു പ്രത്യേകത. ഇതൊരുപക്ഷെ ലോകത്ത് തന്നെ മറ്റൊരു രാജ്യത്ത് കാണാൻ വേണ്ടി പറ്റാത്ത കാര്യമാണ്. രാജ്യം ഭരിക്കുന്നവർ രാജ്യത്തിന്റെ ഭരണഘടനയെ ആക്രമിക്കുന്നു, ആ ഭരണഘടനാ തത്വങ്ങളെ തകർക്കാൻ ശ്രമിക്കുന്നു. ഇപ്പൊ ഈ അടുത്ത ദിവസം, ഞാൻ വിശദീകരിക്കുന്നില്ല, ശിവപ്രസാദ് ഇവിടെ സംസാരിക്കും. CPIM പോലുള്ള പാർട്ടി വളരെ നേരത്തെ തന്നെ 90-ന്റെ തുടക്കത്തിൽ തന്നെ ആവശ്യപ്പെട്ട സ്ത്രീകൾക്ക് പാർലമെന്ററി സ്ഥാനങ്ങൾ സംവരണം വേണമെന്നുള്ള ആവശ്യം നടപ്പിലാക്കാനെന്നുള്ള വ്യാജേന ഡീലിമിറ്റേഷനിലൂടെ അൺസയന്റിഫിക്കായി ദീർഘകാലം ഇനിയും ഇന്ത്യ ഭരിക്കണമെന്നുള്ള ശ്രമം നടത്താൻ BJP നടത്തിയ ഇടപെടലുകൾ നമ്മൾ കണ്ടതാണ്. അപ്പൊ ജനാധിപത്യത്തെ കശാപ്പ് ചെയ്യാൻ ഒരു മടിയും കാണിക്കാതെ BJP മുന്നോട്ട് പോകും. മതനിരപേക്ഷത ഇന്ത്യ ഉണ്ടായതിനു ശേഷം ഇന്ന് വരെ കാണാത്ത വെല്ലുവിളികൾ നേരിടുന്നു. പൗരത്വത്തിന്റെ നിർവചനത്തിൽ തന്നെ വലിയ നിലയിലേക്കുള്ള അപകടകരമായ കാര്യങ്ങൾ കുത്തിവെക്കുന്നു. ഏതെങ്കിലും ഒരു പ്രത്യേക മതത്തിൽ വിശ്വസിക്കുന്നവർ ഈ രാജ്യത്ത് ഇനി എത്ര കാലം ജീവിക്കുമെന്നുള്ള ഭയം സൃഷ്ടിക്കുന്ന നിലയിൽ നിയമങ്ങൾ കൊണ്ടുവരാൻ ശ്രമിക്കുന്നു. മതനിരപേക്ഷത ഇന്ത്യ ഇന്ന് വരെ കാണാത്ത വെല്ലുവിളികൾ നേരിടുന്നു. 12 കൊല്ലം നമ്മളതാണ് കണ്ടത്. ഇതിനെതിരെ ഏറ്റവും ശക്തമായി പ്രതികരിക്കേണ്ട പ്രധാനപ്പെട്ട രാഷ്ട്രീയ പാർട്ടി, പ്രതിപക്ഷ നിലയിലുള്ള രാഷ്ട്രീയ പാർട്ടിയായ കോൺഗ്രസ് പ്രതികരിക്കുന്നില്ല. ഇത്തരം വിഷയങ്ങൾ പാർലമെന്റിൽ ചർച്ച ചെയ്യപ്പെടുമ്പോൾ പലപ്പോഴും അവർ ഓടി ഒളിച്ചു. പൗരത്വ നിയമ വിഷയമായാലും മുത്തലാഖായാലും മറ്റു പല വിഷയങ്ങളായാലും നമ്മളത് കണ്ടതാണ്.
കോൺഗ്രസ് പാർട്ടിയുടെ ഉത്തരവാദിത്തപ്പെട്ട നേതൃനിരയിൽ ഇരിക്കുന്നവർ പോലും പാർലമെന്റിൽ സാന്നിധ്യമില്ലാതെ ഏറെ ചർച്ച ചെയ്യപ്പെട്ട കാലമാണ്. പല വിഷയങ്ങളിലും നിലപാടെടുത്തു. കോൺഗ്രസ് ഭരിക്കുന്ന സംസ്ഥാന ഗവൺമെന്റുകളുണ്ട്, കർണാടക, തെലങ്കാന പോലുള്ള സംസ്ഥാനങ്ങൾ. BJP ഉയർത്തുന്ന നവ ഉദാരവൽക്കരണ നയത്തിനോ മതവർഗീയതക്കോ ഒരു ബദലാകാൻ കോൺഗ്രസ് ഭരിക്കുന്ന സ്റ്റേറ്റ് ഗവൺമെന്റുകൾ തയ്യാറാകുന്നില്ല. എന്നാൽ ഇടതുപക്ഷം ഭരിക്കുന്ന കേരളം ഇവയിലൊരു ബദലായി നിലകൊണ്ടു. ഇടതുപക്ഷം ഭരിക്കുന്ന കേരളത്തിൽ നിരവധി ബദൽ നിലപാടുകൾ ഉയർന്നു. പണമുള്ളവർക്ക് മാത്രം ചികിത്സ മതിയെന്ന നവ ഉദാരവൽക്കരണ നയത്തിന് ബദലായി പൊതുജനാരോഗ്യ സമ്പ്രദായത്തെ ശക്തിപ്പെടുത്തി അതിന് കൂടുതൽ ഫണ്ടുകൾ സംസ്ഥാന ബഡ്ജറ്റിൽ വിനിയോഗിച്ച് കിഫ്ബി സംവിധാനം വഴി പുതിയ സാധ്യതകൾ മുന്നോട്ട് വെച്ചുകൊണ്ട് കേരളം ഒരു ബദലായി. ഇത് ആരോഗ്യ മേഖലയിലും വിദ്യാഭ്യാസ മേഖലയിലും സേവന മേഖലകളിലും ക്ഷേമ പ്രവർത്തനങ്ങളിലുമെല്ലാം നമുക്ക് കാണാൻ സാധിച്ചു. മതവർഗീയതക്കെതിരെ നേറ്റിവിറ്റി കാർഡ് എന്ന ആൾട്ടർനേറ്റീവ് കൊണ്ടുവരാൻ സാധിച്ചു. ലോകത്തെവിടെയും ജീവിക്കുന്ന മലയാളിക്ക് അഭിമാനത്തോടെ എന്റെ നാട് കേരളമാണെന്ന് പറയാൻ സാധിക്കുന്നു. ഇന്ത്യയിൽ എന്ത് കരിനിയമങ്ങൾ കൊണ്ടുവന്നാൽ, ഇന്ത്യയിൽ എന്ത് ഭരണഘടനാ വിരുദ്ധ നിലപാടുകൾ കേന്ദ്ര സർക്കാർ BJPയുടെ നേതൃത്വത്തിൽ കൊണ്ടുവരാൻ ശ്രമിച്ചാൽ മലയാളിക്ക് ഈ മണ്ണിൽ ഇനിയും ജീവിക്കാമെന്നുള്ളതിന്റെ പ്രതിരോധമായി നേറ്റിവിറ്റി കാർഡ് ഇന്ത്യയിൽ ആദ്യമായി കൊണ്ടുവന്ന സംസ്ഥാനം ഇടതുപക്ഷം ഭരിക്കുന്ന കേരളമാണ് എന്ന് വളരെ അഭിമാനത്തോടെ ഏതൊരു മലയാളിക്ക് പറയാൻ സാധിക്കും. അതൊരു ബദൽ പ്രവർത്തനമാണ്. എന്തേ കോൺഗ്രസ് ഭരിക്കുന്ന കർണാടകയിലോ കോൺഗ്രസ് ഭരിക്കുന്ന തെലങ്കാനയിലോ അതിന് സാധിക്കുന്നില്ല? പൗരത്വ രജിസ്റ്റർ നടപ്പിലാക്കില്ല എന്ന് പറഞ്ഞ് വിജ്ഞാപനം ഇന്ത്യയിൽ ആദ്യമായി ഇറക്കിയ സംസ്ഥാനത്തിന്റെ പേര് അഭിമാനത്തോടു കൂടി പറയാൻ സാധിക്കും ഇടതുപക്ഷം ഭരിക്കുന്ന കേരളമാണ് എന്നുള്ളത് തന്നെ. എന്തുകൊണ്ട് കോൺഗ്രസ് ഭരിക്കുന്ന കർണാടകയിലോ കോൺഗ്രസ് ഭരിക്കുന്ന തെലങ്കാനയിലോ ഇതിന് പറ്റുന്നില്ല? അവിടെയാണ് ഈ നുസൂർമാർ ഇതിൽ നിരാശരാകുന്നത്. ഒരു ബദലാകാൻ കോൺഗ്രസിന് സാധിക്കുന്നില്ല. നവ ഉദാരവൽക്കരണ നയത്തിനോ മതവർഗീയതക്കോ ഒരു ബദലാകാൻ കോൺഗ്രസ് ഭരിക്കുന്ന സംസ്ഥാനങ്ങൾ പോലും തയ്യാറാകുന്നില്ല. ഇങ്ങനെയുള്ള അപകടകരമായ സാഹചര്യത്തിലാണ് കോൺഗ്രസ് വിട്ട് ശരിയായ രാഷ്ട്രീയ നിലപാട് സ്വീകരിക്കുന്ന പ്രസ്ഥാനം തെരഞ്ഞെടുക്കാൻ നുസൂർമാർ ഈ കേരളത്തിൽ തയ്യാറാണ്. കേരളത്തിൽ രാത്രി ഉറങ്ങാൻ നേരം, ഇന്ത്യയിൽ രാത്രി ഉറങ്ങാൻ നേരം നമ്മളോട് ഗുഡ് നൈറ്റ് പറയുമ്പോൾ കോൺഗ്രസ് ആയ മുൻ മുഖ്യമന്ത്രിമാരും കേന്ദ്രമന്ത്രിമാരും രാവിലെ ഗുഡ് മോർണിംഗ് പറയുമ്പോൾ BJP ആയതിന്റെ നിരവധി ഉദാഹരണങ്ങൾ നമ്മുടെ മുമ്പിലുണ്ട്. ഞാനതൊന്നും ഇവിടെ പേര് നിരത്താൻ ആഗ്രഹിക്കുന്നില്ല. എനിക്ക് 1.5 മണിക്കൂർ എടുത്താലും പറഞ്ഞു തീർക്കാൻ മാത്രം പേരുകളുണ്ട്. ശിവൻ ഇവിടെ വളരെ വിശദമായ അത്തരം കാര്യങ്ങൾ പറയും. എന്നാൽ കോൺഗ്രസിൽ നിന്നും BJPക്കെതിരെ മതവർഗീയ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾക്കെതിരെയുള്ള പോരാട്ടത്തിൽ വെള്ളം ചേർക്കുന്നു എന്ന് തിരിച്ചറിഞ്ഞ് CPIM പോലുള്ള പ്രസ്ഥാനത്തെ തെരഞ്ഞെടുക്കാൻ ഇതുപോലുള്ള നിരവധി നുസൂർമാർ തയ്യാറാകുന്നു എന്നുള്ളത് ആവേശകരമായ അനുഭവമാണ് എന്നുള്ളത് പ്രത്യേകം എടുത്തു പറയാൻ ഈ വേള ഞാൻ ഉപയോഗപ്പെടുത്താൻ ആഗ്രഹിക്കുക. ഇനിയും ഇത്തരം കാര്യങ്ങൾ ഉയർന്നു വരും. മതവർഗീയതക്കെതിരെയുള്ള പോരാട്ടം കേവലം വാചക കസർത്തായിട്ടാണ് കോൺഗ്രസിന്റെ പല നേതാക്കന്മാരും കോൺഗ്രസ് നേതൃത്വവും കാണുന്നത്. എന്നാൽ മതവർഗീയതക്കെതിരെയുള്ള പോരാട്ടത്തിൽ മതനിരപേക്ഷതയെ കണ്ണിലെ കൃഷ്ണമണി പോലെ കാത്തു സംരക്ഷിക്കാൻ സ്വന്തം ജീവൻ ഉൾപ്പെടെ നൽകാൻ തയ്യാറാണെന്നുള്ള പ്രഖ്യാപനം നടത്തി ഈ പാർട്ടിക്കകത്ത് പ്രവർത്തിക്കുന്ന സഖാക്കളാണ് CPIMന്റെ പ്രത്യേകത എന്നുള്ളത് ഞാൻ ഇവിടെ ചൂണ്ടിക്കാട്ടാനായി. അതാണ് പ്രത്യേകത. ആ പ്രത്യേകത നിറഞ്ഞൊരു സാഹചര്യത്തിലാണ് നമ്മളിപ്പോൾ നിലകൊള്ളുന്നത്. കേരളത്തിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റ് രൂപം കൊണ്ടതിന് ശേഷമുള്ള ഈ കാലം പല തെരഞ്ഞെടുപ്പുകളിൽ നമ്മൾ വിജയിച്ചിട്ടുണ്ട്. എന്നാൽ ഒരു ആന്റി മാർക്സിസ്റ്റ് CPIM വിരുദ്ധ, ഇടതുപക്ഷ വിരുദ്ധരല്ല, കമ്മ്യൂണിസ്റ്റ് വിരുദ്ധരല്ല, CPIM വിരുദ്ധം. CPIMനെതിരെ എന്തൊക്കെ ചെയ്യാനാകുമോ അതൊക്കെ ചെയ്യാൻ ഒന്നിപ്പിക്കാനുള്ള ഒരു ശക്തികൾ എല്ലാ കാലത്തും പ്രവർത്തിച്ചു വരുന്നു. 2016 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ 5 കൊല്ലം ഭരിച്ച് 2021 കേരളത്തിന്റെ രാഷ്ട്രീയ ചരിത്രത്തിൽ തിരുത്തലുകൾ വരുത്തിയ ഒരു തുടർ ഭരണം CPIMന്റെ നേതൃത്വത്തിൽ ആദ്യമായി ഉണ്ടായ ഗവൺമെന്റ് വന്ന അന്ന് മുതൽ ഈ ഗവൺമെന്റിനെതിരെ കള്ളക്കഥകൾ പ്രചരിപ്പിച്ചു മുന്നോട്ട് പോകാനുള്ള നിലപാടാണ് പൊതുവെ സ്വീകരിച്ചു വന്നത്.
മാർക്സിസ്റ്റ് വിരുദ്ധർ ആരാണോ CPIM-ന്റെ പ്രതീകമായി ഈ പ്രസ്ഥാനത്തെ നയിക്കുന്നത്, അവരെ കഥ കഴിക്കാനാണ് എല്ലാ കാലത്തും ശ്രമിച്ചത്. 1998 മുതൽ CPIM-ന്റെ സംസ്ഥാന സെക്രട്ടറിയായും മുഖ്യമന്ത്രിയുമായൊക്കെയായി കഴിഞ്ഞ 28 കൊല്ലം പ്രവർത്തിച്ച സഖാവ് പിണറായി വിജയനോടുള്ള വിരോധം മാർക്സിസ്റ്റ് വിരുദ്ധർക്ക് ഉണ്ടാകുന്നതിന് കാരണവും ഇതാണ്. അല്ലാതെ പിണറായി വിജയനുമായി എന്തെങ്കിലും സ്വത്ത് തർക്കത്തിന്റെ ഭാഗമായിട്ടുള്ള വ്യക്തിപരമായ വിരോധമല്ല. CPIM എന്ന് പറയുന്ന രാഷ്ട്രീയ പ്രസ്ഥാനത്തെ നയിക്കുന്ന, തന്റെ ഓരോ ചലനവും CPIM എന്ന് പറയുന്ന രാഷ്ട്രീയ പ്രസ്ഥാനവുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന വ്യക്തി ആരാണ്, അവരെ ആക്രമിക്കുക. നേരത്തെ സഖാവ് VS-നെ, സഖാവ് EK നായനാരെ, സഖാവ് EMS-നെ, സഖാവ് AKG ഒക്കെ തന്നെ ആക്രമിച്ചതുപോലെ ഇന്ന് സഖാവ് പിണറായി വിജയനെ ആക്രമിച്ചു. 28 കൊല്ലം എന്ന് പറഞ്ഞാൽ അതൊരു ചെറിയ കാലമല്ല. പാർട്ടി സംസ്ഥാന സെക്രട്ടറിയായി പിന്നീട് മുഖ്യമന്ത്രിയായ ഈ കാലം മുഴുവൻ ഒരു ദയയും കാണിക്കാതെ ആക്രമിക്കാൻ തയ്യാറായതിന്റെ പിന്നിൽ കേരളത്തിൽ നിലനിൽക്കുന്ന CPIM വിരുദ്ധതയാണ്. ആ CPIM വിരുദ്ധത എല്ലാ കാലത്തും കേരളത്തിൽ നിലനിൽക്കുന്നുണ്ട്. CPIM വിരുദ്ധത, കടുത്ത മാർക്സിസ്റ്റ് വിരുദ്ധത മുറുകെ പിടിച്ചുകൊണ്ട് എന്ത് ചെയ്താലും എന്ത് നല്ലതിനെയും വിമർശിക്കുക എന്നുള്ള സമീപനമാണ് പൊതുവെ സ്വീകരിച്ചു വരുന്നത്. അതിനെയൊക്കെ അതിജീവിച്ചുകൊണ്ട് CPIM മുന്നോട്ട് പോകുന്ന നിലയാണ് പൊതുവെ കാണാൻ സാധിക്കുന്നത്. 29-ാം തീയതി പശ്ചിമ ബംഗാളിലെ തെരഞ്ഞെടുപ്പിന്റെ അവസാനഘട്ട തെരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ എക്സിറ്റ് പോളുകൾ ഇനി പുറത്തു വരാൻ വേണ്ടി പോവുകയാണ്. എക്സിറ്റ് പോളുകൾ സ്വാഭാവികമായും എന്തായിരിക്കുമെന്നുള്ളത് നമുക്ക് ഊഹിക്കാവുന്ന കാര്യമേ ഉള്ളൂ. 2021 ചില എക്സിറ്റ് പോൾ ഉണ്ടായിരുന്നു. 2021 ചില എക്സിറ്റ് പോൾ ശരിയാവുകയാണെങ്കിൽ 5 കൊല്ലം ഞാൻ മന്ത്രി പോയിട്ട് MLA പോലും ആയില്ലായിരുന്നു. ബേപ്പൂരിൽ UDF വിജയിക്കുമെന്നായിരുന്നു അന്ന് എക്സിറ്റ് പോൾ ഫലം. എല്ലാ കാലത്തും ഇടതുപക്ഷ ഗവൺമെന്റിനെ നയിക്കുന്ന CPIM-നെ ദുർബലപ്പെടുത്താനുള്ള ശ്രമമാണ് നടത്തി വരുന്നത്. ഇനിയും തുടർന്ന് മുന്നോട്ട് പോകും. എന്നാൽ അതിനെയൊക്കെ അതിജീവിച്ചുകൊണ്ട് CPIM ശക്തമായി മുന്നോട്ട് പോകുന്ന കാലമാണ് ഇനി വരാൻ വേണ്ടി പോകുന്നത്. ഇവിടെ നമ്മൾ എടുത്തു പരിശോധിച്ചാൽ മതവർഗീയതയ്ക്കെതിരെ ശക്തമായ പോരാട്ടം നടത്തുന്ന CPIM-നെ ശക്തിപ്പെടുത്തണമെന്നുള്ള ആഗ്രഹം പൊതുവെ മതനിരപേക്ഷ മനസ്സുകളിലാകെ ഉയർന്നു വരികയാണ്. അങ്ങനെ ഒരു കാലമാണ് ഇനി ഭാവി വരാൻ വേണ്ടി പോകുന്നത്. മതനിരപേക്ഷ മനസ്സുകളാകെ CPIM-നോടൊപ്പം അതിലൂടെ ഇടതുപക്ഷ പ്രസ്ഥാനത്തോടൊപ്പം അടുക്കുന്ന ഒരു കാലമാണ് ഇനി കേരളത്തിൽ വരാൻ വേണ്ടി പോകുന്നത്. BJP-ക്കെതിരെ, മറ്റു മതവർഗീയ പ്രസ്ഥാനങ്ങൾക്കെതിരെ, ഇരു മതവർഗീയ നിലപാടുകൾക്കെതിരെയും ശക്തമായ നിലപാട് സ്വീകരിക്കുന്ന CPIM-നെ ശക്തിപ്പെടുത്തുക എന്നുള്ളത് കാലത്തിന്റെ ആവശ്യമാണ്. അങ്ങനെയുള്ള ഒരു പ്രത്യേകം നിറഞ്ഞ രാഷ്ട്രീയ സാഹചര്യം കേരളത്തിൽ വരാൻ വേണ്ടി പോകുന്ന സാഹചര്യമാണ് നിലവിൽ ഉള്ളത്. അവിടെ നുസൂറിനെ പോലെയുള്ളവർ ഈ പ്രസ്ഥാനത്തിലേക്ക് കടന്നു വരുന്നത് ഏറെ ആവേശകരമാണ് എന്ന് മാത്രം ചൂണ്ടിക്കാട്ടിക്കൊണ്ട് സഖാവ് ശിവപ്രസാദ് വളരെ വിശദമായി ഇവിടെ കാര്യങ്ങൾ പറയുമെന്നുള്ളത് കൊണ്ട് മറ്റു കാര്യങ്ങളിലേക്ക് ഒന്നും കിടക്കാതെ ഈ പരിപാടി ഉദ്ഘാടനം ചെയ്ത് അറിയിക്കുന്നു. എല്ലാവർക്കും അഭിവാദ്യം. തുടർന്ന് യൂത്ത് കോൺഗ്രസിന്റെ മുൻ മണ്ഡലം കമ്മിറ്റിയുടെ സെക്രട്ടറിയായ ശ്രീ അബ്ദുൽ വഹാബ് നേരിന്റെ പാതയിലേക്ക് നമ്മളോടൊപ്പം സഞ്ചരിക്കുകയാണ്. പ്രിയങ്കരനായ സഖാവ് അബ്ദുൽ വഹാബിനെ ഏറെ സ്നേഹത്തോടുകൂടി ഈ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. സ്വീകരിക്കാൻ പ്രിയങ്കരനായ സഖാവ് PM മുഹമ്മദ് റിയാസിനെ